ഗുഡ് മോർണിംഗ്. ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ വെച്ച് നല്ലൊരു സാമ്പാർ വെക്കാം. പോയാലോ? ആദ്യം തന്നെ പരിപ്പിൽ തക്കാളിയും സവോളയും ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ. അപ്പം നമ്മൾ പരിപ്പിലോട്ട് സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 2-3 വിസിൽ വരട്ടെ കേട്ടോ. 3 വിസിൽ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി ഇടാം. ഓക്കെ. അപ്പോൾ നമ്മൾ പച്ചക്കറി അരിയാൻ പോണേ. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായ വഴുതിരിങ്ങ കേട്ടോ. വഴുതിരിങ്ങ കത്തിരിക്ക നമ്മുടെ ചെടികളുണ്ടായതാണ്. 2-3 ചെടിയുണ്ട്. അപ്പോൾ അതിലുണ്ടായതാട്ടോ. ഞാനെപ്പോഴും വഴുതിരിങ്ങ, വെണ്ടയ്ക്ക, മുളക്, തക്കാളി എപ്പോഴും ഞാനിങ്ങനെ വെച്ച് പിടിപ്പിക്കും. ഒത്തിരി സ്ഥലമൊന്നുമില്ല, എന്നാലും ഞാൻ ചട്ടിയിലും ചാക്കിലൊക്കെ പിടിപ്പിക്കുന്നതാണ്. നമുക്കിനി സാമ്പാറിന് കഷ്ണം അരിയാട്ടോ മുറിച്ചെടുക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെണ്ടക്ക വഴറ്റിയെടുക്കാം കേട്ടോ. വെണ്ടക്ക നമുക്ക് പരിപ്പ് വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പ് എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടക്ക ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വഴുതിരിങ്ങ അവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്ക് അധികം വേവില്ലല്ലോ. പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്കിനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാവട്ടെ കേട്ടോ. നമുക്ക് എണ്ണയിലോട്ട് ഉഴുന്ന് പരിപ്പ്, സാദാ പരിപ്പ്, കുറച്ച് ഉലുവ, നല്ല ജീരകം, പെരിഞ്ചീരകം, കളറിനാണ് കേട്ടോ, കാശ്മീരിയാണ് ഇത്, 2 വറ്റൽമുളക്, കുറച്ച് വേപ്പില. നമുക്കതിന് എല്ലാം കൂടി ഇട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഓക്കെ. നമുക്ക് നല്ലൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടി ചേർക്കാവോ. തേങ്ങയിട്ട് നല്ലോണം വറുക്കാം. തേങ്ങ വറുക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ ഇത്രയും സാധനം ഇട്ടിട്ടാണ് കേട്ടോ. എപ്പോഴും ഇത് ചോറിനും നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അതും നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഓണമൊക്കെ ഉള്ള വരാൻ പോണേ. അപ്പോൾ ഇങ്ങനെ ഇതിൽ നമുക്ക് ഇപ്പോൾ പച്ചമല്ലി ഇല്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്കതേ ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ പച്ചമല്ലിയും പച്ചമുളകും അങ്ങനെ അതുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നമുക്ക് നമ്മൾ സാധാ ഒരു വീട്ടിൽ വെക്കുന്ന സാമ്പാറൊക്കെ ഒരു കുഞ്ഞു കുക്കറിലൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു 2.5 സ്പൂണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള മല്ലി, ഒരു 6-7 വറ്റൽമുളക് കേട്ടോ. അതാണ് ഇതിൻ്റെ അളവ്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ. നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. ഇതിലോട്ടൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, കുഞ്ഞു സ്പൂണ് 1 സ്പൂണ്, 1 സ്പൂൺ ആയില്ല കേട്ടോ, 1 സ്പൂണ് മുളക് പൊടിയും, പിന്നെ കുറച്ച് കായം ഇടണ്ടേ. കായമില്ല, കായപ്പൊടിയാണ് ഇടുന്നത്. അതിട്ടിട്ട് ഞാൻ ചട്ടി ഓഫാക്കിട്ടോ. ചട്ടി ഓഫാക്കി ഈ ചൂടിലും മതി കേട്ടോ. കളർ അങ്ങനെ ഒത്തിരി മണം വരണ്ട, കറുത്ത് പോകണ്ട. അതൊന്ന് നമുക്ക് ചൂടാറട്ടെ. ഇവിടെ പരിപ്പ് കണ്ടോ വെന്ത്. ഞാൻ കുറച്ച് വെള്ളത്തിൽ പരിപ്പ് വേവിക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് കഷ്ണിട്ട് വേവിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. നമുക്കിനി വെയിറ്റ് ഇടൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ നമുക്ക് തേങ്ങ അരക്കാം കേട്ടോ. തേങ്ങ അരയ്ക്കുന്നത് കാണണ്ടല്ലോ. ഓക്കെ. കണ്ടോ, ഞാൻ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നല്ലോണം അരച്ചപ്പോൾ നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇങ്ങനെ ആയിക്കോളും. ഓക്കെ.
നമ്മൾ കഷ്ണം വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിലോട്ട് വെണ്ടക്കയും വഴുതിരിങ്ങയും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളെ വറുത്തരച്ചത് ഇട്ടുപോയി, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇട്ടിട്ടുള്ളേ തിളച്ച് വരുന്നുണ്ട്, ഞാനത് മറന്നു കേട്ടോ. നമ്മൾ ആ വറുത്തരച്ചത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വഴുതിരിങ്ങയും വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് 2 തളച്ചാൽ മതി, വേഗം വേഗം കേട്ടോ. ഇത് നേരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിടാതെ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുവരെ നമ്മൾ പുളി ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, നമ്മൾ പുളി പിഴിഞ്ഞെടുത്ത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, നല്ലോണം തിളച്ചേരട്ടെ. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. നമുക്കിനി സാമ്പാർ താളിച്ച് വയ്ക്കാം കേട്ടോ. വേപ്പില, മല്ലിയില, വറ്റൽമുളക്, ഇത് കുറച്ച് മുളക് പൊടി, കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് കായപ്പൊടി കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ചൂടാകുമ്പോൾ നമുക്ക് ഇവിടെ ഇവർക്ക് നമ്മൾ സാധാരണ താളിക്കുമ്പോൾ കുറച്ച് തോരപ്പരിപ്പും കുറച്ച് ഉഴുന്നൊക്കെ നമ്മൾ താളിക്കുമ്പോൾ ഇടാറുണ്ട്. ഇവിടെ അത് അവർക്ക് ഇഷ്ടമല്ല. സാമ്പാർ കഴിക്കുമ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുന്നത് ഇവിടെ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാവേ. അപ്പോൾ കടുക് ഉലുവയും പൊട്ടി വരട്ടെ കേട്ടോ. നമുക്കത് ഒന്നിച്ച് ആക്കിയിട്ട് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സാമ്പാർ റെഡിയാണ്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും നല്ലതാണ്. അതേപോലെ നമുക്ക് ഓണത്തിന് സദ്യ കഴിക്കാനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.